മനുഷ്യന് ദൈവം സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. നന്മ തിന്മകളെ വിവേചിച്ചറിയുവാനും പ്രവർത്തിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ ദൈവം തൻ്റെ പദ്ധതികൾ നിറവേറ്റുവാൻ ഒരു പ്രത്യേകമായ രീതിയിൽ നിന്നെ ക്ഷണിക്കുന്നുമുണ്ട്. വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ ആ വിളിക്ക് നിനക്ക് ഉത്തരമരുളുവാൻ സാധിക്കും. അതുപോലെ തന്നെ ലോക മോഹ സ്വപ്നങ്ങളിലൊക്കെ മുഴുകിക്കൊണ്ട് ഈ ദൈവവിളിയെ നിരാകരിക്കാനും നിനക്ക് സാധിക്കും. പക്ഷെ എപ്പോഴും നീ ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കണം, ദൈവത്തിന് നിന്നെക്കുറിച്ച് ഒരു സ്വപ്നമുണ്ട്. ദൈവത്തിന് നിന്നിലൂടെ പൂർത്തീകരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. മനസ്സുകൊണ്ട് നീ ആ പദ്ധതിക്ക് നിന്നെ വിട്ടുകൊടുക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കും. വചനം തന്നെ നമുക്കത് സാക്ഷ്യം നൽകുന്നുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 49 അധ്യായം 6 തിരുവചനം, എൻ്റെ രക്ഷ ലോക അതിർത്തികൾ വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി മാറ്റും. ക്രിസ്തുവിൻ്റെ പ്രകാശം എല്ലാവരിലേക്കും എത്തിച്ചേരുവാൻ നീ ഒരു കാരണമായി മാറട്ടെ. നിന്നിലൂടെ അനേകരുടെ ജീവിതങ്ങൾക്ക് ക്രിസ്തു ഒരു പ്രകാശമായി മാറട്ടെ. അങ്ങനെ നിന്റെ ജീവിതം പ്രകാശിക്കുന്നതോടൊപ്പം തന്നെ നിന്നിലൂടെ മറ്റുള്ളവരുടെ ജീവിതവും പ്രകാശപൂരിതമായി മാറട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.